ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, ക്യാഷ് കൊടുത്തിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, ക്യാഷ് കൊടുക്കാതെ എങ്ങനെ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ തുടങ്ങി കഴിയുമ്പോൾ വ്യൂസും സബ്ബൊന്നും കൂടുന്നുണ്ടാവില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ യൂട്യൂബ് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാം. ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്തു തരാം, ക്യാഷ് കൊടുക്കാതെ ഫ്രീ ആയിട്ടാണെങ്കിൽ അങ്ങനെയും പ്രൊമോട്ട് ചെയ്തു തരാം. രണ്ടും എങ്ങനെ ചെയ്യാമെന്നുള്ളത് യൂട്യൂബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ യൂട്യൂബ് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ക്യാഷ് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിലും ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിലും അത് യൂട്യൂബ് അംഗീകരിച്ച ഞങ്ങളുടെ വഴിയിലൂടെ മാത്രമേ നടക്കാവൂ എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ പുറത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങളുടെ ചാനൽ അത് റീച്ച് ആകുന്നതല്ല, നിങ്ങളുടെ ചാനലിന് ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടാവുന്നതല്ല. അപ്പൊ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് യൂട്യൂബിലൂടെ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ യൂട്യൂബ് 100% നമ്മളോട് പറയുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഓർഗാനിക് ഗ്രോത്ത് ഞങ്ങൾ ഉറപ്പ് തരുന്നുണ്ട് എന്നുള്ളത്. ക്യാഷ് കൊടുക്കാതെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണോ, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അത് ഏത് ചെയ്യണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2 സ്റ്റെപ്പും, ക്യാഷ് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാം, ക്യാഷ് കൊടുക്കാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നമ്മൾ പുറത്തു നിന്ന് ക്യാഷ് കൊടുത്തിട്ട് ട്രാഫിക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ഒരിക്കലും നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കാരണം യൂട്യൂബിന്റെ അൽഗോരിതം ആ രീതിയിലാണ് യൂട്യൂബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പുറത്തുനിന്ന് ഒരാൾക്ക് ക്യാഷ് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ റീച്ച് ആകുന്നില്ലെങ്കിൽ യൂട്യൂബിനെ കുറ്റം പറയരുത്. യൂട്യൂബ് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ യൂട്യൂബ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അങ്ങനെ വാച്ച് ടൈം വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി തരികയാണ്. അത് സ്പാം ആക്കുക, ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, സ്പാം ആയിട്ടുള്ള സബ് വന്നാൽ യൂട്യൂബ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കുകയാണ്. കാരണം അവരിലേക്ക് ഇംപ്രഷൻ പോയിട്ട് കഴിഞ്ഞാൽ അവരാരും വീഡിയോസ് കാണുന്നില്ല. അപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാനൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഇതുപോലെ പ്രൊമോഷൻ വർക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് അത് ഡ്രോപ്പ് ചെയ്ത് ഒഴിവാക്കാണ്, മൈനസ് ആക്കുകയാണ്. കാരണം നമ്മുടെ ചാനലിന് നെഗറ്റീവ് വരരുത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരെന്താണ് പറയുന്നത്, ഞങ്ങൾ അത് ഡ്രോപ്പ് ആകാതെയും നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന്. അപ്പോ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഇത് ലീഗലി അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഡ്രോപ്പ് ഔട്ട് ആക്കിയിട്ട് നിങ്ങളുടെ ചാനൽ ഫ്രഷ് ആക്കി തരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ മറികടന്നിട്ട് സ്പാം ആകാതെ എങ്ങനെ സബ് കൂട്ടാം, അതുപോലെ ഡ്രോപ്പ് ആകാതെ എങ്ങനെ വാച്ച് ടൈം കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് പലരും പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, യൂട്യൂബ് ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. യൂട്യൂബ് കൃത്യമായിട്ടുള്ള സമയത്ത് ഫിൽട്ടറിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളോട് ഒരാൾ വന്ന് പറയാണ് ഞാൻ സ്പാം ആകാതെ വാച്ച് ടൈം കയറ്റി തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കുക, യൂട്യൂബിൽ അത് അലൗഡ് അല്ലല്ലോ, യൂട്യൂബ് അത് സ്പാം ആക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഈ രീതിയിലല്ല വരേണ്ടത്. നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. യൂട്യൂബ് ഷോർട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പ്രൊമോട്ട് ദിസ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്തിട്ട് നമ്മളെ ഷോർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളെ വീഡിയോ അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമ്മളെ മറ്റുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കും. മറ്റുള്ള ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ന്യൂ ഓഡിയൻസ്. അപ്പൊ നമ്മുടെ ചാനൽ ഏത് കാറ്റഗറിയിലുള്ളതാണ്, നമുക്ക് ഏതെല്ലാം കാറ്റഗറിയിലുള്ള ആളുകളിലേക്കാണ് നമ്മുടെ ചാനൽ എത്തിക്കേണ്ടത്, ഏതൊക്കെ ലൊക്കേഷനിൽ ഉള്ളവരിലേക്കാണ് എത്തിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആഡ് ക്യാമ്പയിന് നമുക്ക് റൺ ചെയ്യാൻ പറ്റും, നമ്മുടെ വീഡിയോ റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് യൂട്യൂബ് ഇവിടെ ഉറപ്പ് നൽകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാണുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ വേറെ ആരും ചെയ്തു തരുന്ന പ്രൊമോഷൻ വർക്ക് അല്ല ഇത് ഓർഗാനിക് റീച്ച്. അത് യൂട്യൂബ് പറയുന്നത് നിങ്ങളുടെ
ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഏതെല്ലാം ഗോൾ യൂട്യൂബ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഏതെല്ലാം ലൊക്കേഷനിൽ ആരിലേക്ക് കാണിക്കണം, ന്യൂ ഓഡിയൻസിലേക്ക് എത്തിച്ചു തരികയാണ്. അപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കുറച്ച് കണ്ടന്റ് നമ്മളത് കൃത്യമായിട്ട് എവിടെ കാണിക്കണം എന്ന് പറയുമ്പോൾ അവരിലേക്കാണ് യൂട്യൂബ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബെസ്റ്റ് വീഡിയോ ആഡ് ആയിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരത് കാണും, സബ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അവരത് കാണും. പക്ഷെ ഇവിടെ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്നില്ല. ഞാനത് പറയാൻ കാരണം യൂട്യൂബ് സ്പാം ആക്കുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ പലരും നെഗറ്റീവ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ആക്ച്വലി അവിടെ യൂട്യൂബ് നമ്മളെ ദ്രോഹിക്കല്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. യൂട്യൂബ് പലപ്പോഴും ഡെഡ് ആയിട്ടുള്ള അക്കൗണ്ട് വരെ നമ്മളെ സബ്സ്ക്രൈബ് അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്പാം ആയിട്ടുള്ളത് മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ചാനൽ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്, ഓർഗാനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് അത് ചെയ്യുന്നത്. അതിനെയും നമ്മൾ കവച്ച് വെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതം തകർക്കുന്ന രീതിയിൽ നിങ്ങൾ പുറത്തു പോയിട്ട് ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ നമുക്ക് ഗൂഗിൾ ആഡ്സ് വഴി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ക്യാഷ് കൊടുക്കാതെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ഇത് രണ്ടും എങ്ങനെ ചെയ്യാമെന്നാണ് യൂട്യൂബ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയമായിരുന്നു, നമുക്ക് ഷോർട്സ് പ്ലേ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ പ്രൊമോട്ട് ദിസ് ഷോർട്സ് എന്ന് കാണാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മൾ നമ്മുടെ വീഡിയോ തന്നെ കാണുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. നമ്മുടെ വീഡിയോ ക്യാഷ് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് ഈ ഒരു ഓപ്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊമോട്ട് ദിസ് ഷോർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഷോർട്സ് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനായിട്ടൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ഒരു ആഡ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ കാണാം, അതല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊമോട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. ഇവിടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇന്ത്യൻ കറൻസി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ നമ്മുടെ ബഡ്ജറ്റ് 1000, 2000 അങ്ങനെയുള്ള രീതിയിൽ 500 എത്ര സെറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ താഴെ ഡ്യൂറേഷൻ എന്ന് കാണാം. അപ്പോൾ അത് എത്ര ദിവസത്തിലാണ് റണ്ണ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 2000 രൂപക്ക് 1 വീക്കിൽ റണ്ണ് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുക. ബഡ്ജറ്റ് എത്രയാണെന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ നമ്മുടെ ഏകദേശം ഒരു ആവറേജ് ഒരു സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ഇങ്ങനെ മാറി വരുന്നതാണ്. അങ്ങനെ അത് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ഒരു ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് സെലക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളോട് നമ്മുടെ ഒരു കൺട്രിയും അതുപോലെ ടൈം സോണൊക്കെ ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളോട് പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതൊരു സെക്യൂർഡ് ആയതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് വർക്കാകുന്നില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നമ്മുടെ ഷോർട്സ് വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. നമ്മുടെ വീഡിയോയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് ഗൂഗിൾ ആഡ്സ് വഴി ആഡ് ക്യാമ്പയിൻ നടത്തി പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി. എന്നാൽ ഷോർട്സ് മാത്രമല്ല, നമ്മുടെ ലോങ് വീഡിയോയും ഇതുപോലെ നമുക്ക് ആഡ് ക്യാമ്പയിൻ നടത്തി പുതിയ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ബിസിനസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പ്രൊഡക്റ്റൊക്കെ കൂടുതൽ ആളുകളിലേക്ക് പരിചയപ്പെടുത്താനൊക്കെ ഈ ഒരു ആഡ് ക്യാമ്പയിൻ വഴി നമുക്ക് കഴിയുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രൊമോഷൻ എന്താണ്, ഇതാര് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കാം. എന്താണ് പ്രൊമോഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് യൂട്യൂബിലൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുക, റൺ ചെയ്യിപ്പിക്കുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രൊമോഷന് യൂട്യൂബിൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ വരുന്നതാണ്, അതുപോലെ ഹോം ഫീഡിൽ വരുന്നതാണ്, ഷോർട്സ് ഫീഡിൽ കാണിക്കുന്നതാണ്, വാച്ച് നെക്സ്റ്റിലൊക്കെ കാണിക്കുന്നതാണ്. മാത്രമല്ല മറ്റൊരു വീഡിയോയിലെ ആഡായിട്ടും നമ്മളൊക്കെ കാണുന്ന അഡ്വർടൈസ്മെൻ്റ് ഉണ്ടല്ലോ, മറ്റൊരു വീഡിയോയിൽ നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ കാണിക്കുന്നതാണ്. ഇങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് ആൻഡ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ പ്ലേ ആകുമ്പോൾ ഇതുപോലെ സ്പോൺസേഡ് എന്നുള്ളൊരു ലേബൽ ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ആർക്കൊക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ യൂട്യൂബ് പറയുന്നത് ഏതൊരു ക്രിയേറ്റർക്കും അവരുടെ യൂട്യൂബ് വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. ഇതിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൊമോഷൻ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഗോൾസ് ആൻഡ് ഒരു വിഷൻ, നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണമെന്ന് യൂട്യൂബ് പറയുന്നുണ്ട്.
പൊതുവെ ക്രിയേറ്റേഴ്സ് അവരുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ വീഡിയോ ന്യൂ ഓഡിയൻസിലേക്ക് എത്തുന്നതിനും മാത്രമല്ല അവരുടെ ഒരു ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ്. യൂട്യൂബ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മുടെ ഒരു സെയിൽസ് അല്ലെങ്കിൽ ന്യൂ ഓഡിയൻസിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഒരു ഓർഗാനിക് റീച്ച് കൂട്ടാനുള്ള ഒരു അഡീഷണൽ ഓപ്ഷനാണ് പ്രൊമോഷൻ എന്നുള്ളതും യൂട്യൂബ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ കൂടും, അതുപോലെ വാച്ച് ടൈമും കൂടും. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബ് കൗണ്ടും അതുപോലെ നമ്മുടെ വാച്ച് ടൈമും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കുന്നതല്ല. അപ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന പ്രൊമോഷനിലൂടെ നമുക്ക് വ്യൂസും വാച്ച് ടൈമും കിട്ടുന്നതാണ്, അതുപോലെ സബും കൂടുന്നതാണ്. പക്ഷേ ഇത് രണ്ടും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് ആഡ് ചെയ്യുന്നതല്ല. ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഒരു പ്രൊമോഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് മൊബൈൽ ഫോണിലും അതുപോലെ ഡെസ്ക് ടോപ്പിലും റൺ ചെയ്യിക്കാൻ കഴിയും. നമ്മൾ വീഡിയോ കാണുമ്പോൾ അവിടെ ഒരു പ്രൊമോട്ട് ബട്ടൺ കാണാം. ആ ഒരു ബട്ടണിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഡെസ്ക് ടോപ്പിലാണെങ്കിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കണ്ടൻറ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻസ് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രൊമോഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോടൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഓൾറെഡി ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്കൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതവിടെ നമുക്ക് കാണാം. അത് ഇതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗൂഗിൾ ആഡ്സെൻസും ഗൂഗിൾ ആഡ്സും രണ്ടാണ്. ഗൂഗിൾ ആഡ്സെൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നതിന്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കേൾക്കുമ്പോൾ വളരെ സെയിം ആയിട്ട് തോന്നും. ഒന്ന് ഗൂഗിൾ ആഡ്സും ഒന്ന് ഗൂഗിൾ ആഡ്സെൻസുമാണ്. നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പാണ് ഉള്ളത്. ഗോൾ, വീഡിയോ, ടാർഗറ്റ്, ബഡ്ജറ്റ് എന്നിങ്ങനെ ഈ 4 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഗോൾസ് എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് കാണാം വാട്ട് ഈസ് യുവർ മെയിൻ ഗോൾ എന്നുള്ളത്. നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ്റെ മെയിൻ ഗോൾ എന്താണെന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ ഓഡിയൻസ് ഗ്രോത്ത്, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് വർദ്ധിപ്പിക്കുക. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വീഡിയോസ് വ്യൂസ്, നമ്മുടെ വീഡിയോൻ്റെ വ്യൂസ് കൂട്ടുക. മൂന്നാമത്തേത് വെബ്സൈറ്റ് ക്ലിക്ക്, നമുക്കൊരു വെബ്സൈറ്റ് ക്ലിക്ക് കൂട്ടാനാണ് എങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോൾ നമുക്ക് എന്താണോ ആവശ്യം അത് സെലക്ട് ചെയ്യണം. അതാണ് ആദ്യത്തെ ഗോൾ എന്നുള്ള സ്റ്റെപ്പ്. രണ്ടാമത്തെ വീഡിയോ എന്നുള്ള സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഏത് വീഡിയോ ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. മാത്രമല്ല നമുക്ക് ആ ഒരു പ്രൊമോഷൻ്റെ ടൈറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്ഷനും എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മളൊരു വെബ്സൈറ്റ് ക്ലിക്കാണ് നമ്മുടെ ഗോളായിട്ട് സെലക്ട് ചെയ്തത് എങ്കിൽ നമുക്ക് അവിടെ ഒരു ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞിട്ടൊരു ലേബൽ കാണാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ടാർഗറ്റിംഗ് സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഓരോ കൺട്രിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പായ ബഡ്ജറ്റ് സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ നമുക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യാം, അതുപോലെ അതിൻ്റെ ഡ്യൂറേഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോയുടെ വിസിബിലിറ്റി ഒന്നുകിൽ പബ്ലിക് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിരിക്കണം. മിനിമം 10 സെക്കൻഡെങ്കിലും വീഡിയോ ലെങ്ത് വേണം. മാത്രമല്ല ഗൂഗിൾസ് വീഡിയോ ആഡ് റിക്വയർമെൻറ്റ്സും ഗൂഗിൾ എഡിറ്റോറിയൽ അഡ്വർടൈസ്മെൻറ്റ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കണം. നമ്മുടെ വീഡിയോ ഈ ഒരു പ്രൊമോഷന് വേണ്ടി അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു ഡാറ്റ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. എത്ര ഇംപ്രഷൻ പോയി, എത്ര ക്ലിക്ക് വന്നു, എത്ര സബ് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. യൂട്യൂബ് ഇവിടെ പറയുന്നത് അതിൻ്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ന്യൂ ഓഡിയൻസിനെ കണ്ടെത്താനുള്ള ഒരു അഡീഷണൽ ഓപ്ഷൻ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ഷെയർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു അഡീഷണൽ ഓപ്ഷൻ മാത്രമാണ് പ്രൊമോഷൻ എന്നുള്ളതാണ്. സോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു അഡീഷണൽ ടൂള് മാത്രമാണ് ഈ ഒരു പ്രൊമോഷൻ എന്നുള്ളത്. മാത്രമല്ല യൂട്യൂബ് ഇവിടെ നമ്മളെ കൃത്യമായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് ഓർഗാനിക് റെക്കമെൻഡേഷൻ ആണ് വേണ്ടത്. മാത്രമല്ല നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കണ്ടൻറ് സ്ട്രാറ്റജിയും വേണം. അതല്ലാതെ നമ്മൾ ഈ ഒരു വീഡിയോ പ്രൊമോഷൻ കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ നമ്മൾ ഫേക്കായിട്ട് എന്തെങ്കിലും ചെയ്താലൊന്നും കാര്യമില്ല എന്ന് യൂട്യൂബ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ റീച്ച്
ആകണം എന്നുണ്ടെങ്കിൽ ഓർഗാനിക് റെക്കമെൻഡേഷൻ തന്നെ വേണമെന്ന് യൂട്യൂബ് വളരെ കൃത്യതയോടുകൂടി പറയുന്നു. പലരുടെയും യൂട്യൂബ് ചാനൽ ഫേക്കായിട്ട് സബും വാച്ച് ടൈമൊക്കെ കൊണ്ടുവന്നിട്ട് ചാനൽ റീച്ച് ആകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ യൂട്യൂബ് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ട്, ഓർഗാനിക് റെക്കമെൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ₹1 പോലും ചിലവഴിക്കേണ്ടതില്ല എന്നും യൂട്യൂബ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷവും നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാനും കഴിയുന്നതാണ്. ഇവിടെ ക്രിയേറ്റേഴ്സിന് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, നമ്മുടെ വീഡിയോ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് റീച്ചിനെ അത് ബാധിക്കുമോ എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ മറ്റു വീഡിയോസിൻ്റെ പെർഫോമൻസിനെ ഇത് ബാധിക്കുമോ എന്നുള്ളതും വലിയൊരു സംശയമാണ്. ഒരു ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം യൂട്യൂബിൻ്റെ ഇഷ്ടപ്രകാരം പ്രൊമോട്ട് ചെയ്യുകയാണ്, യൂട്യൂബിലുള്ളൊരു ഓപ്ഷനാണ്. അതിൽ തന്നെ യൂട്യൂബ് ഇങ്ങോട്ട് ചോദിക്കുകയാണ് നമ്മളോട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ? അതായത് ഞങ്ങളുടെ പ്രൊമോഷൻ എന്നുള്ള ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോക്ക് റീച്ച് കുറയുമോ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക് റീച്ച് പിന്നെ കിട്ടുന്നത്, കാരണം അത് ക്യാഷ് കൊടുത്തിട്ട് റീച്ച് ആക്കുകയാണല്ലോ, അപ്പോൾ പിന്നീട് ഓർഗാനിക് വ്യൂസ് കിട്ടാതിരിക്കുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? എന്തുകൊണ്ടാണ് യൂട്യൂബ് നമ്മളോട് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നത്? വളരെ സിമ്പിളാണ്. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം ഇങ്ങനെ ഫേക്കായിട്ട് സബും വാച്ച് ടൈമും നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് റീച്ച് കുറയും. യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോ റീച്ചാക്കി കഴിഞ്ഞാൽ ഓർഗാനിക് റീച്ച് കുറയുമെന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയില്ല. യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ ടൂളായ പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഓർഗാനിക് റീച്ചിനെ അത് ബാധിക്കില്ല. മാത്രമല്ല നമ്മുടെ മറ്റ് വീഡിയോൻ്റെ പെർഫോമൻസിനെ ഒന്നും നെഗറ്റീവായിട്ട് ബാധിക്കില്ല എന്ന് യൂട്യൂബ് പറയുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 100% നമ്മുടെ ഓർഗാനിക് റീച്ചിനെ അത് ബാധിക്കുന്നതാണ്. മാത്രമല്ല യൂട്യൂബ് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് പ്രൊമോഷനിലൂടെ എത്ര ഇംപ്രഷൻ വന്നു, എത്ര ക്ലിക്ക് വന്നു, എത്ര സബ് വന്നു, എത്ര വാച്ച് ടൈം വന്നു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയും. പുറത്തുനിന്ന് നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയും കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് തരില്ല. ഇതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് തരുന്നത്. അതുപോലെ അവർ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കാണാനും ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 100% യൂട്യൂബ് ഇത് ഉറപ്പ് തരുന്നുണ്ട്. അടുത്തതായിട്ട് യൂട്യൂബ് പറയുന്നത്, നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന സബ്സ്ക്രൈബ് കൗണ്ട് റിയൽ ആണോ, ആ ഒരു സബ്സ്ക്രൈബേഴ്സ് റിയൽ ആണോ എന്നുള്ള സംശയമുണ്ടോ എന്നുള്ളതാണ്. അവർ പറയുന്നത് 100% റിയൽ ആണ്, ഇത് ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത വീഡിയോ അവർ കാണാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്നാണ് യൂട്യൂബ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മളോട് യൂട്യൂബ് ഇങ്ങോട്ട് സംശയം ചോദിക്കുന്നില്ലേ, നമ്മുടെ സംശയം ക്ലിയർ ചെയ്തു തരുന്നത് ബാക്കി വഴികളിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഓർഗാനിക് റീച്ച് ഉണ്ടാവില്ല, അതുപോലെ റിയൽ സബ് ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് യൂട്യൂബ് വീണ്ടും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് യൂട്യൂബ് ഇവിടെ പറയുന്ന നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് മാത്രം ഈ ഒരു സബ്സ്ക്രൈബ് കൗണ്ട് എടുക്കില്ല. പകരം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ആ ഒരു സബ്സ്ക്രൈബ് കൗണ്ടിലേക്കൊക്കെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്നതാണ് എന്ന് യൂട്യൂബ് പറയുന്നു. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് പറയാൻ കാരണം യൂട്യൂബ് തന്നെ ഈ രീതിയിൽ നമ്മളോട് സംശയങ്ങൾ തീർത്തു തരുന്നത്, ഈ ഒരു ടൂള് പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ഒരുപാട് പേര് ഒരുപക്ഷെ നിങ്ങളുടെ പിറകെ വരും, ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരാം, ഇത്ര ക്യാഷ് തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ചതിയിൽ പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലായിട്ട് ഈ ഒരു യൂട്യൂബ് പ്രൊമോഷനെ കുറിച്ച് പറയുന്നത്. കാരണം യൂട്യൂബ് പ്രൊമോഷനും നമ്മൾ മറ്റൊരു ക്രിയേറ്റർക്ക് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന പെയ്ഡായിട്ട് ഫേക്ക് ട്രാഫിക്കും ഫേക്ക് സബും ചെയ്യിപ്പിക്കുന്നതും രണ്ടാണ് എന്നുള്ളത് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്യാഷ് കൊടുക്കാതെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ യൂട്യൂബ് ഇവിടെ പറയുന്നത്, യൂട്യൂബിന്റെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മളോട് ഒരിക്കലും യൂട്യൂബ് പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ചാനൽ സക്സസ് ആവുകയുള്ളൂ എന്നല്ല യൂട്യൂബ് പറയുന്നത്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ഇത് അഡീഷണൽ ഓപ്ഷൻ ആണെന്നാണ് യൂട്യൂബ് പറയുന്നത്. നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ, സെയിൽസ് വർദ്ധിപ്പിക്കാൻ, നമുക്ക് പുതിയ ഓഡിയൻസിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കാൻ ഒരു അഡീഷണൽ ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു പ്രൊമോഷൻ, ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഓഡിയൻസിലേക്ക് ഓർഗാനിക് ആയിട്ട് നമ്മുടെ ചാനൽ റീച്ച് ആകേണ്ട എല്ലാ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടും നമുക്ക് യൂട്യൂബ് നമ്മുടെ ചാനലിൽ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ
ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, എൻഡ് സ്ക്രീൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ആകുമെന്നുള്ളതാണ്. തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ മാസം 2.5 ലക്ഷത്തിലധികം വരുമാനം കിട്ടുന്ന ഒരു ചാനലിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന റീച്ച് ആയിട്ടുള്ള എല്ലാവരും അതിൽ 99% ആളുകളും ഓർഗാനിക് ഗ്രോത്തിലൂടെ റീച്ച് ആയവരാണ്. അപ്പൊ യൂട്യൂബ് പറയുന്നത് നിങ്ങളുടെ ചാനല് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ആയിട്ട് അടുത്ത ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ഓൾറെഡി യൂട്യൂബ് അൽഗോരിതത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലവിലെ നിങ്ങളുടെ വീഡിയോയുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അത്. അപ്പൊ അത് എത്ര പേർക്ക് ഇംപ്രഷൻ പോയി, എത്ര CTR വന്നു, അതിനനുസരിച്ച് അത് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആയി തുടങ്ങും. അപ്പൊ എപ്പോഴും നമ്മളൊരു സ്പെഷ്യൽ കാറ്റഗറി തിരഞ്ഞെടുത്തിട്ട് ചാനലിൽ വീഡിയോസ് ചെയ്യുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ യൂട്യൂബിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ആകുന്നതാണ്, യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു സ്പോർട്സ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ ഇപ്പൊ നമുക്കുണ്ടെങ്കിൽ അവർ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാത്രമാണ് ആ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ക്യാഷ് കൊടുത്തിട്ടാണോ? കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ചാനൽ മാത്രം ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു വീഡിയോ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാത്രമാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ക്യാഷ് കൊടുത്തിട്ടാണോ? അപ്പൊ യൂട്യൂബ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ഏത് രീതിയിൽ വളരണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി, യൂട്യൂബ് അതിന്റെ ഔട്ട്പുട്ട് തരുന്നതാണ്. ഇവിടെ പലരും അതിനെ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമ്പൾസ് ചെയ്ത് ട്രാഫിക് കൊണ്ടുവന്നും നമ്മൾ ഫേക്കായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരുമ്പോഴാണ് ഇത് പോകുന്നത്. അതല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ് ചെയ്യുന്നത്. അതിന് വേറെ കുറെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതല്ലാതെ ഓർഗാനിക് ആയിട്ട് വരേണ്ട എല്ലാ സെറ്റിംഗ്സും യൂട്യൂബ് തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എപ്പോഴും ഓർഗാനിക് ആയിട്ട് തന്നെ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.